ശ്രീരാമ ശരണം സമസ്ത ജഗതാം രാമം വിനാ കാഗതി രാമേണ പ്രതിഹന്യതേ കലിമലൻ രാമായ കാര്യം നമ രാമാത്രസ്തുതികാല ഭീമഭുജഗോ രാമസ്യ സർവം വശേ രാമേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ രാമസ്ത്വമേവാശ്രയ കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, അധ്യാത്മരാമായണ പരമ്പരയിൽ പ്രഭാഷണ പരമ്പരയിൽ നമ്മൾ കണ്ടത് അഗസ്ത്യൻ സ്തുതിച്ചു ലക്ഷ്മണന് കൊടുത്തതായിട്ടുള്ള ഉപദേശം. ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. മായ എന്ന് പറയുന്നത് സത്യത്തെയും ജ്ഞാനത്തെയും മറയ്ക്കുന്നതാണ്. ഏത് കാലം വർക്ക് പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ജ്ഞാനമുണ്ട്, അജ്ഞാനമുണ്ട്. ജ്ഞാനമുണ്ട്, അതിനെ മറയ്ക്കാനുള്ള സംഗതി അജ്ഞാനമുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ തെറ്റിത്തെറ്റി കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ പഞ്ചവടിയിലേക്ക് വസിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു കൊടുത്തു. ജഡായുവിനെ കണ്ടു, രാക്ഷസനാണെന്ന് തെറ്റിദ്ധരിച്ചു. പിന്നീട് സത്യം മനസ്സിലായപ്പോൾ ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ ഭഗവാൻ ക്ഷമാപണം നടത്തി. ഞാൻ ശങ്കിച്ചേനല്ലോ, നിന്നെ ഞാനല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മണന് വലിയൊരു ഉപദേശം കൊടുത്തു. ഈ സമയത്താണ് ശൂർപ്പണഖ വൃത്താന്തം എന്ന് പറയുന്നത്. ഗൗതമീ തീരത്ത് മനോഹരമായ കാലടികൾ കാണുകയാണ് ഇവൾ. അപ്പോൾ അവൾ ചിന്തിച്ചു, പാദചിഹ്നങ്ങൾക്ക് തന്നെ ഇത്ര ഭംഗിയും സൗന്ദര്യവും ഉണ്ടെങ്കിൽ ഈ കാലിൻ്റെ ഉടമസ്ഥന് എത്ര സൗന്ദര്യം ഉണ്ടാവണം. കാലടിപ്പാടുകൾക്കൊക്കെ ചില ലക്ഷണങ്ങളുണ്ട്. അതാണ് ഭഗവാന്റെ കാലിൽ താമര, ശംഖ, വര അതൊക്കെ ഉണ്ടെന്നാണ് പറയുക. ലക്ഷണമൊത്ത കാൽപ്പാടുകൾ കണ്ടറിയണവർക്ക് അറിയുന്നതാണ്. ലക്ഷണമല്ലാത്തതും ഉണ്ട്. വളരെ വിരലുകൾ ഇങ്ങനെ അകലുക, അതങ്ങനെ അകന്നിട്ട് വല്ലാതെ നീളം കുറഞ്ഞിരിക്കുക, വിരലുകൾ അകലുക, നീളം കുറഞ്ഞിരിക്കുക, മടമ്പും ഫ്രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുക. അത്ര നല്ല ഒരു കാര്യമല്ല എന്നാണ്. എന്നാൽ ഒരുപാട് നീളമുള്ള കാലായാലോ ഇവിടെ കുതി, അവിടെ അതും പാടില്ല. ഒരു പാകത്തിന് അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും ഉണ്ട് അല്ലേ? ഏതവയവങ്ങൾക്കല്ലേ നീട്ടാൻ തോട്ടി കൈയായ ഭംഗി ഉണ്ടാവുമോ? വല്ലാതെ ഇടുങ്ങിയ കണ്ണായ ഭംഗി ഉണ്ടാവില്ല. വിചാരിച്ചിട്ട് ഉണ്ടക്കണ്ണായാലോ അപ്പോഴും അതാ ഭംഗിയാണ്. അതിന് പാകത്തിനൊരു വലുപ്പമുണ്ട്. എല്ലാ അവയവങ്ങൾക്കും ഒരു പ്രൊപ്പോർഷൻ ഉണ്ട് ശരീരത്തിൽ. അപ്പോൾ അത് കൂടിയാലും ഭംഗി കുറയും, കുറഞ്ഞാലും ഭംഗി കുറയും. ഇവിടെ ഇതാ സർവ്വലക്ഷണങ്ങളും തികഞ്ഞ കാലടിപ്പാട്. ശൂർപ്പണഖയ്ക്ക് എങ്ങനെയാണ് അത് മനസ്സിലായി ശരിയാ. അപ്പം അത് കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചു, ഈ കാലിൻ്റെ ഉടമസ്ഥൻ വളരെയധികം യോഗ്യതയുള്ള ആളാവണം. താനൊരു സ്ത്രീയാണല്ലോ, അപ്പോൾ പുരുഷനിൽ ആസക്തി ഉണ്ടായി. അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ രാമലക്ഷ്മണന്മാർ പഞ്ചവടിയിൽ എന്തോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ഇങ്ങനെ ചെയ്തു. കണ്ടപ്പോൾ ശൂർപ്പണഖയ്ക്ക് അടക്കാൻ പറ്റാത്തതായിട്ടുള്ള ആസക്തി ഇവരിൽ ഉണ്ടായി. ഇത് അപകടമാണ്. സ്ത്രീയായാലും പുരുഷനായാലും തൻ്റെ ഓപ്പോസിറ്റ് സെക്സിൽ ഉണ്ടാവുന്ന, ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞരമ്പന്മാരെന്ന് പറയാം അല്ലേ? ഞരമ്പികളും ഉണ്ട് കേട്ടോ. ഞരമ്പന്മാരെ മാത്രം പറയുമൊന്നും വേണ്ട. അത് അപകടം സൃഷ്ടിക്കുന്ന കാര്യമാണ്. ഒരാളെ നമ്മൾ കണ്ടു, ജസ്റ്റ് ഒന്ന് ആസ്വദിച്ചു, അത് കുഴപ്പമൊന്നുമില്ല. രണ്ടാമത് നോക്കിയാൽ കുഴപ്പമാണോ? രണ്ടാമതൊന്നും കൂടി നോക്കിയാൽ പ്രശ്നമാണ്. ഒരു പ്രാവശ്യം ഇപ്പം ഒന്ന് കണ്ടുകൊണ്ട് പ്രശ്നമില്ല. രണ്ടാമത് കണ്ടാൽ ആസക്തി വന്നു. മൂന്നാമത്തെ ആസക്തിയല്ല, വെറുതെ ആസ്വദിക്കാനുള്ള മനുഷ്യ സഹജമാണ്, അത് തെറ്റല്ല. പക്ഷേ രണ്ടാമതൊന്ന് നോക്കിയാൽ അത് തെറ്റാണെന്നാണ്. അത് ആസുര സ്വഭാവം, രാക്ഷസന്മാരുടെ സ്വഭാവമാണ്. അപ്പോൾ ചോദിച്ചു, ആരെടോ ഭവാൻ ചൊല്ലിയിൽ ആരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും. എന്തൊരു മൂലം? ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും. ആരാണ്, എന്താണ് എന്നൊക്കെ. അങ്ങനെ ഞാൻ ശൂർപ്പണഖയാണ്,
കരദൂഷണ തിശിരാക്കൾ എൻ്റെ സഹോദരന്മാരാണ്. രാവണൻ്റെ മക്കളാണല്ലോ കരദൂഷണ തിശിരാക്കൾ. ഭ്രാതാക്കൻ മക്കളല്ല കേട്ടോ, ഒക്കെ സഹോദരന്മാരാണ്. രാവണ സഹോദരിയാണ്. കരൻ, ത്രിശിരൻ, ദൂഷണം ഇവരൊക്കെ രാവണ സഹോദരന്മാരാവണല്ലോ. അപ്പോൾ അതുകൊണ്ട് രാമലക്ഷ്മണന്മാർ പറഞ്ഞു, അവർ ആരോട് സത്യം പറയും? സത്യം പറയണേനിപ്പോൾ എന്തിനാ? അച്ഛൻ്റെ സത്യം പാലിക്കാൻ കാട്ടിൽ വന്നതാണ്. എൻ്റെ അനുജനായ ലക്ഷ്മണനാണിത്, എൻ്റെ പത്നിയായിട്ടുള്ള സീതയാണിത്. ആ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടരെടുത്ത് പറഞ്ഞു, എൻ്റെ ഭർത്താവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാണ് അങ്ങ് എന്നെനിക്ക് തോന്നുന്നു. എന്നെ നീ പരിഗ്രഹിച്ചിടുക. നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടം ഉണ്ടായി വരാ. ഈ താപസവേഷം ധരിച്ച് നടക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? നീ എന്നെ ഒന്ന് സ്വീകരിക്കണം. പോരുക മയാസാകം, എന്നോട് കൂടി വരാതിയൊക്കെ നമുക്ക് പർവ്വതസാനുക്കളിൽ കൂടിയിട്ടൊക്കെ നടന്ന് വേണ്ട പോലെ വിഹരിക്കാം എന്ന് രാമനോട് പറഞ്ഞ പോലെ പറഞ്ഞു. രാമൻ പറഞ്ഞു, എനിക്ക് പത്നിയുണ്ട്, ഈ കാണുന്നതായിട്ടുള്ള സീത എൻ്റെ പത്നിയാണ്. അപ്പം നീ ദാസി സ്ഥാനത്ത് നിൽക്കും. സാപത്നി ദുഃഖം എന്ന് പറയുന്നിടത്തോളം ഈ ലോകത്തിൽ എന്താണുള്ളത്? ധന്യേ നീ ദാസിയാവാൻ തക്കവൾ അല്ലയല്ലോ. അതുകൊണ്ട് നീ സപത്നി ദുഃഖം അനുഭവിച്ചിട്ട് വിഷമിക്കും. സീത എൻ്റെ കൂടെ ഉള്ളപ്പോൾ സ്വീകരിക്കുകയാണെങ്കിൽ, എൻ്റെ അനുജൻ ലക്ഷ്മണനുണ്ട്, ആ ലക്ഷ്മണൻ്റെ അടുത്ത് നീ ഒന്ന് പോയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവൻ സ്വീകരിക്കും എന്നങ്ങനെ പറഞ്ഞു. ലക്ഷ്മണനും പറഞ്ഞു, ഞാൻ ഏട്ടൻ്റെ ദാസനാണ്, ഏട്ടൻ എന്ത് പറഞ്ഞു അത് കേൾക്കാം, അപ്പം നീ ദാസിയാവാൻ തക്കവളല്ലല്ലോ എന്ന് ലക്ഷ്മണനും പറഞ്ഞു. രണ്ടു കൂട്ടരും പറഞ്ഞോടുകൂട്ടി ദേഷ്യം വന്നു ശൂർപ്പണഖയ്ക്ക്. സീതയെ പിടിച്ച് കൊണ്ടുപോകാൻ ആക്രമിക്കാൻ ആരംഭിച്ചു. അപ്പം ലക്ഷ്മണൻ വാളെടുത്ത്, എവിടെ ആക്രമണം ഉണ്ടോ അവിടെ ആക്രമണേ വഴിയുള്ളൂ എന്ന് വന്നോ? അവിടെ മടിക്കില്ല ലക്ഷ്മണൻ, വാളെടുക്കാന്ന് അർത്ഥം. ആയുധം വേണ്ടോടത്ത് ആയുധം തന്നെ വഴിയുള്ളൂ. അങ്ങനെ ചെവി മൂക്ക് ഛേദിച്ചു. മുല ഛേദിച്ചു എന്ന് ഇവിടെ പറയുന്നില്ല കേട്ടോ, മൂക്കും അതുപോലെ തന്നെ ചെവിയും ഛേദിച്ചു. ഒലിക്കുന്ന ചോരയോട് കൂടിയിട്ട് കരൻ്റെ അടുത്തേക്ക് പോയി. ആരാണത് ചെയ്തതെന്ന് പറഞ്ഞു. ജീവനിൽ കൊതിയില്ലാത്ത യമപുരിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ എൻ്റെ സഹോദരിയെ പ്രകാരം ചെയ്യുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ശൂരനായിടും നീ എന്നവരെ കൊല ചെയ്ത് ചോര നൽകുക, ദാഹം തീരുമാറെനിക്കിപ്പോൾ. ശൂർപ്പണഖരനോട് പറഞ്ഞു, അവരെ കൊന്ന് രക്തം കുടിക്കണം എനിക്ക്. അവിടെ സഹോദരനാണെങ്കിൽ നീ തീർച്ചയായിട്ടും അത് ചെയ്യുക എന്നങ്ങനെ പറഞ്ഞ് പലവിധ ആയുധങ്ങളോട് കൂടിയിട്ട് കരൻ യുദ്ധത്തിന് വന്നു. എല്ലാവരെയും വധിക്കും എന്ന് ഈ രാമൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള യുദ്ധം നടന്നു. തേരുകൊണ്ട് കരനെ വധിച്ചു, തിശിരസ്വിനെ വധിച്ചു. കരദൂഷണർ തിശിരാക്കളാം നിശാചരർ അവരും 14,000 മരിച്ചിതു. അത്ഭുതകരമായിട്ട് അവരെല്ലാവരെയും കൊല്ലപ്പെട്ടു. ഘോരമായിട്ടുള്ള യുദ്ധം നടന്നു. ശരപ്രയോഗം, അസ്ത്രപ്രത്യത്വ പ്രയോഗം, ശൂലം അയക്കുക, അതിനെ മുറിക്കുക, തിരിച്ച് അസ്ത്രം അയക്കുക, അതിനെ തടുക്കുക, അങ്ങനെ എല്ലാവിധ യുദ്ധമുറകളോടും കൂടിയിട്ട് ജനസ്ഥാനത്ത് യുദ്ധം ഉണ്ടായി. ആ 14,000 രാക്ഷസന്മാരെ ഭഗവാൻ ഇല്ലായ്മ ചെയ്ത് രാക്ഷസവധ പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്തു. ഈ സമയത്ത് ശൂർപ്പണഖ രാവണനോട് പറയണം, വന്നിട്ട് പറഞ്ഞു, ഇതാ കരദൂഷണ തിശിരാക്കളാം നിശാചര അവരും 14,000 മരിച്ചിതു. നാഴിക 3:45 കൊണ്ടു രാഘവൻ തന്നാൽ ഊഴിയിൽ വീണാളല്ലോ. രാവണ ഭഗിനിയും മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ. ദിവ്യവിഗ്രഹവും അതുനേരം. ഇവരൊക്കെ പണ്ട് ശാപത്താൽ ഇങ്ങനെ ആയി തീർന്നവരാണ്. ദിവ്യവിഗ്രഹം ധരിച്ചവരുടെ പാപമൊക്കെ തീരും ചെയ്തു. ഭഗവാന്റെ അസ്ത്രം കൊണ്ട് കൊല്ലപ്പെട്ടതോടു കൂടിയിട്ട് അവരുടെയൊക്കെ പാപം തീരുകയും ചെയ്തു. അങ്ങനെ അവരൊക്കെ ഭഗവാനെ നമസ്കരിച്ച് ഞങ്ങളെ ദേവലോകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അതിനും താമസിയാതെ രാവണൻ്റെ വരവുണ്ടാവും എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിയിടിനാൻ. അങ്ങനെ കരദൂഷണ തിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു. നീ വരികെന്നു പാപനാശനൻ അരുൾ ചെയ്തയച്ചൊരു ശേഷം താപസന്മാരോടും മഹർഷിമാരോടും ദാ
നിങ്ങൾ സമാധാനമായിട്ട് തപസ് ചെയ്തോളൂ, ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ ശല്യം ചെയ്യുന്നവരെയൊക്കെ രാമൻ വക വരുത്തിയിട്ടുണ്ട് എന്ന് ലക്ഷ്മണനോട് താപസന്മാരോട് അറിയിക്കാൻ പറഞ്ഞു. ശൂർപ്പണഖയാവട്ടെ ഒരുപാട് രാവണനെ കുറ്റം പറയണം. ആദ്യം ചോദിച്ചു, എന്തിതു വത്സേ ചൊല്ലിടെന്നോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തോ വൈരൂപ്യം വന്നിടുവാൻ. ആരാണ് ഈ ഒലിക്കുന്ന ചോരയോട് കൂടിയിട്ടാണ് ശൂർപ്പണഖ പോയത്? എന്താണ് ഇത്? ആരാണ് ഇതൊക്കെ ചെയ്തത്? സത്യം പറയണം. ജീവനിൽ കൊതിയില്ലാത്ത ആളാണ് ഇത് ചെയ്തത് എന്നത് ഉറപ്പാണ്. കാരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അവൻ ബാക്കി ഉണ്ടാവില്ല എന്നൊക്കെ രാവണൻ പറഞ്ഞു. എങ്കിലും പറഞ്ഞു, വളരെ മോശമായിട്ട് മദ്യപാനം ചെയ്ത് ഉത്തരവാദിത്തം ഇല്ലാണ്ട് ശത്രുക്കളെ പേടിക്കാതെ ചാരചട്ടുസ്വം വിചാരവുമില്ലാണ്ട് നീ ഇവിടെ രാജാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് കാര്യം? ആ ജനസ്ഥാനത്ത് രാമൻ ഇത്രയും ശക്തി ഉള്ള കൊണ്ട് ഇത്രയും കരദൂഷണ തിശിരാക്കളെ എല്ലാം വധിച്ചിരിക്കുന്നു. നീ പ്രകാരം കഴിഞ്ഞുകൂടുകയാണെങ്കിൽ ലങ്ക മുഴുവനെ നശിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? കുറേയൊക്കെ ഉത്തരവാദിത്തത്തിൽ പെരുമാറണം. ഞാൻ എന്താ ചെയ്തതെന്നുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ലോകൈക സുന്ദരിയായിരിക്കുന്ന സീതയെ നിനക്ക് വേണ്ടി പിടിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. സീതയെ പറ്റിയിട്ട് വിവരിക്കുകയും ചെയ്തു. വളരെ സുന്ദരിയായിട്ടുള്ള ആ സീതയെ പോലെ ഒരാൾ ഈ ലോകത്തിലെവിടെയില്ല. ആണ് ഈ മനസ്സ് ഇളക്കാനും ബ്രഹ്മചര്യത്തിന് വിരോധം വരാനും പല കാര്യങ്ങളത്ര. തൊട്ടിട്ട് ഉള്ള ബ്രഹ്മചര്യ ലംഘനം, കേട്ടിട്ടുള്ള ബ്രഹ്മചര്യ ലംഘനം, പലതരത്തിൽ. ഇവിടെ കേട്ടിട്ടാണ് രാവണന് ഉണ്ടാവുന്നത് എന്നാണ്. അതായത് ശൂർപ്പണഖയുടെ വിവരണം കേട്ടിട്ട്. ലക്ഷ്മീദേവി പോലെയുള്ള ആളാണ്, സാക്ഷാൽ ഈശ്വരൻ തന്നെ ആയിരിക്കണം വെള്ളഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് വളരെയേറെ വർണ്ണിച്ചതോടു കൂടിയിട്ട് രാവണന് സീതയിൽ ആകർഷണം വന്നു. അത് തൻ്റെ അവസാനത്തിനും നാശത്തിനും കാരണമാവുകയും ചെയ്തു. കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് എന്നെ വിരൂപനാക്കി കരദൂഷണ തിശിരാക്കളെ മുഴുവനും ഇല്ലായ്മ ചെയ്തു. അപ്പം രാവണൻ വളരെ ദേഷ്യപ്പെട്ട് ഉരുട്ടി വീഴ്ച കണ്ണുകളോട് കൂടിയിട്ട് അങ്ങനെ ഉടനെ തന്നെ ഇതിന് പ്രതികാരം ചെയ്യണമെന്നങ്ങനെ വിചാരിച്ചു. ആദ്യഘട്ടത്തിൽ സീതയെ സ്വന്തമാക്കണമെന്ന ആസക്തി ഇല്ല, കൂടുതലും പ്രതികാരബുദ്ധിയാണ് ഉണ്ടായത്. പിന്നീടാണ് സീതയിൽ ആകർഷണം വന്നതെന്ന് ചിലർ പറയണം. പ്രതികാരബുദ്ധിയോട് കൂടിയിട്ട് ചെയ്തു, പിന്നെ അത് സീതയിലുള്ള ആകർഷണമായിട്ട് മാറി. അത് തൻ്റെ സർവനാശത്തിന് കാരണമാവുകയും ചെയ്തു. എന്തായാലും കരദൂഷണ തിശിരാക്കളെ വധിച്ചിട്ടുള്ള കാര്യം രാവണന് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ആരും ഈ 14,000 രാക്ഷസന്മാരെ വധിക്കും എന്ന് രാവണൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ രാമൻ ശക്തനാണെന്നും ഉടനെ തന്നെ മാരീചൻ്റെ അടുത്ത് പോയി എങ്ങനെയെങ്കിലും രാമനെ ഒന്ന് അകറ്റണം. നല്ലൊരു മാനിൻ്റെ വേഷം ധരിച്ച് അതിനെ പിടിക്കാൻ വേണ്ടി രാമൻ പോകുന്ന സമയത്ത് ഞാൻ സീതയെ കൊണ്ടുപോരുകയാണ്. ഉറച്ചു കഴിഞ്ഞു, ഇതിലിഞ്ഞ അഭിപ്രായമൊന്നും ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നീ അത് ചെയ്യണം. അപ്പം മാരീചൻ കുറേ ഉപദേശങ്ങൾ കൊടുത്തു. ആരിത് ഉപദേശിച്ചിതു നാശകാര്യം അല്ലേ? അങ്ങയുടെ ആ ഒരു സർവനാശത്തിനുള്ള ഇത് ആരുപദേശിച്ചോ അവൻ നിൻ്റെ ശത്രുവാണ് എന്നുള്ളത് ഉറപ്പ്. ഈ രാമൻ ബാലകാണ്ഡത്തിൽ പറയുന്നുണ്ടല്ലോ, പണ്ട് സുബാഹുവിൻ്റെ ഒപ്പം ചെന്നപ്പോൾ ഒരു അസ്ത്രം പ്രയോഗിച്ചിട്ട് എന്നെ എത്രയോ കിലോമീറ്റർ ദൂരം സമുദ്രത്തിലേക്ക് അയച്ച കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് പറഞ്ഞ രാജരത്നരമണി രഥാധികം ദണ്ഡകേപി പുരരപ്യകമ്പനെ പൂർവവൈരവന് ചിന്തയൻ കൃതി. വളരെ തന്നെ ആ ഒരു രാജരത്നരമണി രഥാധികം, രാജരത്നരമണി രഥം എന്നീ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കഷ്ടം, ആ ഭഗവാനോട് അല്ലെങ്കിൽ ഇത്രയും ശക്തനോട് എതിർക്കാൻ എങ്ങനെയാണ് രാവണ നിനക്ക് സാധിച്ചത്? അരിയാൻ കുറച്ച് പ്രായമുള്ളതാണ്, താഴെയാണ് രാവണൻ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും മൂലനാശക കാരണമാണ് എന്ന് നീ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ പറഞ്ഞു, കൂടുതൽ എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞത് ചെയ്തിട്ടെങ്കിൽ എങ്ങടെ വാൾക്കൂണാക്കുവൻ നിന്നെ. വാളിന് ഊണാക്കുക എന്ന് പറഞ്ഞാൽ കഥ കഴിക്കുക. ചന്ദ്രഹാസം പ്രയോഗിക്കാത്തത് അങ്ങയുടെ പ്രായം ഓർത്തിട്ട് മാത്രമാണ്.
അതുകൊണ്ട് ഒരൊറ്റ അക്ഷരം ഇനി മറുത്ത് പറയുകയാണെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്ന് പറയലും അവളൊരു യുക്തി പ്രയോഗിച്ചു. മാരിച്ച് നന്നല്ല ദുഷ്ടായുധമേറ്റു മരിക്കുക. ഈ ചന്ദ്രഹാസം കൊണ്ട് മരിക്കുന്നേക്കാൾ ഏതായാലും തനിക്ക് മരണം ഉറപ്പാണ്. കാരണം രാമനെ അടുത്ത് പോയാൽ സീതയെ അപഹരിക്കാൻ കൂട്ടുനിന്നാൽ രാമൻ വധിക്കും. ഇവിടെയാണെങ്കിലോ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ രാവണനും വധിക്കും. ഇപ്പം നല്ലത് ഏതാണ്? രാമൻ്റെ ആയുധം ഏറ്റിട്ട് മരിക്കല്ലേ തനിക്ക് നല്ലത് എന്ന് തീരുമാനിച്ച് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കണ്ട. രാമോ ന മാനുഷോ രാമസ് അതോ ന മാനുഷോ രാമസ് സാക്ഷാൽ നാരായണോ അവ്യയ. അവ്യയനായിരിക്കുന്ന നാരായണനാണ്. മാനുഷവേഷേണ അവതരിച്ചതാണ്. ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചതാണ്. മുതലായിട്ടുള്ള പരമാത്മാവാണ് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചപ്പോൾ പറഞ്ഞു, രാവണന് ഈ വേണ്ടാത്ത ബുദ്ധിയുണ്ട്. വേണ്ട ബുദ്ധിയല്ല പോണതേ. പരമാത്മാ യഥാരാമ പ്രാർത്ഥിതോ ബ്രഹ്മണാകില മാം ഹന്തും മാനുഷോ ഭൂത്വ യത്നാധിക സമാഗത. മാരീച കാരണവരെന്ന് വിളിക്കുകയാണ്. രാമൻ എന്നെ കൊല്ലാനാണ് അവതരിച്ചതെങ്കിൽ അതങ്ങനെ അല്ലാണ്ടേക്കാൻ ആർക്കാണ് പറ്റുക? നന്നായി, നിൻ്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു എന്ന് രാവണൻ കളിയാക്കി മാരീചനെ. അങ്ങനെ പറയണു ഈശ്വരനാണ് രാമൻ. അങ്ങനെ പിന്നെ പറഞ്ഞാൽ എന്നെ കൊല്ലാനാണെങ്കിൽ അത് നടക്കൂലോ. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് നോക്കിയിട്ടും പിന്നെ കാര്യമുണ്ടോ? ഈ മാർഗ്ഗം അല്ലെങ്കിൽ വേറെ വഴി കൂടെ ആ മരണം രാമനിൽ കൂടെ തന്നെ എനിക്ക് വന്നിരിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടും രാമനോട് എതിർക്കാൻ മടിക്കണ്ട. യുദ്ധത്തിൽ തോക്കുകയാണെന്ന് വെച്ചാൽ രാമശരം ഏറ്റിട്ട് മരിക്കാൻ മോക്ഷം കിട്ടും. അല്ല ജയിക്കുകയാണെങ്കിലോ സീതയോട് കൂടിയിട്ട് സുഖമായിട്ട് രാജ്യം അനുഭവിക്കാം. രണ്ടായാലും രാമനോട് എതിർക്കാനായിക്കൊണ്ട് ഒന്നിനും മടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അടങ്ങി ഇരിക്കുകയും ഇല്ല എന്നൊരുങ്ങിയാണ് പറയുകയാണ്. അങ്ങനെ ഒടുവിൽ ദുഷ്ടായുധമേറ്റു മരിക്കുന്നതിലും നല്ലത് രാമശരം ഏറ്റിട്ട് മരിക്കുകയാണ്. എന്നങ്ങനെ നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കേണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകം. ഏറ്റുമരിച്ചാലെന്നു ചിന്തിച്ച ആമോദം പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. അതുകൊണ്ട് ഞാൻ നല്ലത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വേണം അങ്ങ് പറഞ്ഞ പോലെ ചെയ്യാം. രാമലക്ഷ്മണന്മാരെ അകറ്റണം, ഇത്രയല്ലേ വേണ്ടൂ. മനോഹരമായിട്ടുള്ള ഒരു മാനായിട്ട് പോവുകയാണ്. സ്വർണത്തിൻ്റെ പുള്ളികൾ, നീലരത്നത്തിൻ്റെ പോലത്തെ കല്ലുകൾ, ആർക്കും കണ്ടു കഴിഞ്ഞാൽ ആകർഷണം തോന്നത്തക്ക വിധത്തിൽ. ഇവിടെ അധ്യാത്മരാമായണത്തിലൊരു പ്രത്യേകതയുള്ളത്, യഥാർത്ഥമായിട്ടുള്ള സീതയെ വന്യമണ്ഡലത്തിൽ അഗ്നിയിൽ മറയ്ക്കുകയാണ്. കാരണം പിന്നെ ലക്ഷ്മണനോട് പറയുന്ന പരുഷം പറയുന്ന സീത ഒരിക്കലും ലക്ഷ്മണനെ അങ്ങനെ ശങ്കിക്കാൻ വഴിയില്ല. കാരണം അത്രയധികം മൂന്നാളും ലോക്യത്തിലാണ്, ഏട്ടനും അനിയനും ഏട്ടൻ്റെ ഭാര്യയും. ഒരു തെറ്റിദ്ധാരണ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. സ്വന്തം അനിയനെ പോലെ ലക്ഷ്മണനെ കാണുന്നു. ചേട്ടത്തിയമ്മയെ വന്ദിച്ചുകൊണ്ടാണ് കാണുന്നത്. ആഭരണങ്ങളൊക്കെ കെട്ടി കീഴ്പ്പെട്ട് കിഷ്കിന്താകാണ്ഡത്തിൽ കീഴ്പ്പെട്ടിട്ടപ്പോൾ അത് നോക്കാൻ പറയുമ്പോൾ ഒരു ശ്ലോകം ഉണ്ട്, നായം ജാനാമി കേയൂരേ നാഹം ജാനാമി കുണ്ടലേ നൂപുരേത്തഭിജാനാമി നിത്യം പാദാഭിവന്ദനാട്ട്. ഏട്ടത്തിയമ്മയുടെ കുണ്ടലമോ ചങ്ങലയോ ഞാൻ നോക്കാറില്ല ഏട്ടാ. എന്നും കാക്കൽ നമസ്കരിക്കുമ്പോൾ അപ്പോൾ ഈശ്വരനെ നാട്ട് ദേവിയായിട്ട് കണ്ട് നമസ്കരിക്കുന്ന ഒരു ലക്ഷ്മണൻ എങ്ങനെ സീതയെ മറിച്ച് ചിന്തിക്കും എന്ന് സീത വിചാരിക്കും? ലക്ഷ്മണൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ സീത അങ്ങനെ വിചാരിച്ചു എന്നാണ് ഇവിടെ പറയണത്. എന്നിട്ടാണല്ലോ ചീത്ത പറയണത്. അങ്ങനെയാണെങ്കിൽ ഏട്ടനെ മരിച്ച എന്നെ സ്വന്തമാക്കാൻ എൻ്റെ ജീവനുള്ള ശരീരത്തിന് നിനക്ക് പറ്റില്ല ലക്ഷ്മണ എന്നാണ് പറയണം. ഇതിന് മുമ്പേ കണ്ട സീതയ്ക്ക് പറയാൻ കഴിയുമോ? പറ്റില്ല. രാമായണത്തിൽ അങ്ങനെ ഒരു പ്രസ്താവമില്ല, മായാസീത പ്രസ്താവമില്ല. അപ്പോൾ അത് എഴുത്തച്ഛൻ വളരെ ഔചിത്യത്തോട്, അതാണ് ഈ തർജ്ജമ ചില വ്യത്യാസങ്ങൾ കാണാം മൂലത്തിന്. അത് വളരെ ഔചിത്യത്തോട് കൂടിയിട്ടുള്ള വ്യത്യാസങ്ങളാണ്, തോന്നിയ പോലെ വ്യത്യാസപ്പെടുത്തിയതല്ല. അത് ഈശ്വരനായിട്ടാണ് രാമനെ കാണുന്നത്. അപ്പോൾ വളരെ പ്രത്യേകതകളുണ്ടല്ലോ. അപ്പോൾ ഒരു യുക്തിയാണ് പ്രയോഗിച്ചു. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ രാവണവധം കഴിഞ്ഞുകൂടുവോളം. യഥാർത്ഥ സീത അഗ്നിയിൽ മറഞ്ഞിരിക്കുന്നു. മായാസീതയാണ് രാവണൻ കൊണ്ടുപോണത്. ലക്ഷ്മി ദേവിയെ ഉണ്ടോ മറ്റാർക്കും കിട്ടിയിടുന്നു. തട്ടാൽ മഹാലക്ഷ്മിയെ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി
വെട്ടി കഷ്ണാക്കും തന്നെ എന്നാണ് പറയണ രാക്ഷസന്മാർ. ലക്ഷ്മി ദേവി ആ ഒരു ദയനീയാവസ്ഥയിലാവോ? 3 ലോകത്തിൻ്റെ ഐശ്വര്യദേവതയായിട്ട് ലക്ഷ്മി. എഴുത്തച്ഛൻ്റെ യുക്തി വളരെ നന്നായി എന്നാണ് എല്ലാവരും പറയണത്. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ രാവണവധം കഴിഞ്ഞുകൂടുവോളം ആ ശ്രേയാശങ്കൽ ഒരാണ്ട് അങ്ങനെ ഇരിക്കണം എന്നാണ്. ഒരാണ്ടിരുന്നീടണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. 1 കൊല്ലം ആണത്രേ രാവണൻ്റെ അവിടെ സീത കഴിച്ചു കൂട്ടിയത്. അപ്പം അത്രയും കാലം മായാസീതയായിട്ട് നീ എൻ്റെ കൂടെ വസിക്കുക. ലക്ഷ്മണനെയും ഈ കാലം വഞ്ചിക്കുകയാണ്. ലക്ഷ്മണനടക്കം അറിഞ്ഞിട്ടില്ല മായാസീതയാണ് എന്നാണ്. വല്ലാത്ത സങ്കടമായി ആ സീതയുടെ വാക്ക് കേട്ട് ലക്ഷ്മണൻ മാനസികമായിട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി എന്നാണ്. സീത ആയതുകൊണ്ടൊന്നും ചെയ്തില്ല. ദേഷ്യം വരും ലക്ഷ്മണൻ. സംഘർഷണൻ്റെ അവതാരമല്ലേ, ഒതുക്കിയതാണ് ആ വാക്കൊക്കെ ഇങ്ങോട്ട് കേട്ടിട്ടേ. അപ്പം അതുകൊണ്ട് ഇവിടെ മായാസീത ആയി തീർന്നു. ധന്യേ എന്നും പറഞ്ഞിട്ട് ഈ സമയത്ത് മാരീചൻ മനോഹരമായിട്ടുള്ള മാനായിട്ട് ആശ്രമത്തിൻ്റെ അടുത്ത് വന്നു. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ലിതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടെത്രയും എന്നു തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിത് നമുക്കിത് വിളിച്ചിടുക വരുമെന്ന് തോന്നും നൂനം. ഒക്കെ ശരിക്കും ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്തതുണ്ട് എന്ന പ്രതീതിയിൽ ചിലതിൻ്റെ പിന്നാലെ ഓടണ മനുഷ്യൻ്റെ ചിത്രമാണ് ശരിക്കും കാണിച്ചിരിക്കുന്നത്. ഒരു മാനും സീതയൊന്നും അല്ല അവിടെ വിഷയം. ഉണ്ട് അത് കഥ. എന്തൊക്കെ കാര്യങ്ങളുടെ പിന്നാലെ നമ്മുടെ മനസ്സ് പോകുന്നു. അധികവും ഇല്ലാത്തതിലുണ്ട് എന്ന പ്രതീതിയാണ് അല്ലേ. ടി വി ഓൺ ചെയ്താൽ ഇല്ലാത്തതാണല്ലോ ഉള്ളതെന്ന് തോന്നണം. ചിരിക്കലും കരക്കലും സീരിയലും കാര്യങ്ങളും ഇല്ലാത്തതിലുണ്ട് എന്ന് വിചാരിച്ചെത്ര മണിക്കൂറാണ് നമ്മൾ കളയണം. ഇതൊക്കെ ഉള്ളതാണോ? അതേപോലെ വലിയൊരു സിനിമയാണ് ജീവിതവും. ഒക്കെ ഇല്ലാത്തതിലുണ്ട് എന്ന് കണ്ടിട്ട് അപ്പം തന്നെയാണ് നമുക്ക് അപകടം പറ്റുക, ജ്ഞാനം മറയ്ക്കപ്പെടുക എന്നാണ്. രാമൻ അതിനെ പിടിക്കാനായിട്ട് പോയി. ലക്ഷ്മണനെ കാവലേൽപ്പിച്ചു. പർണശാലയിൽ കാക്കണം. സീതയ്ക്ക് ആരെങ്കിലും ഇല്ലാത്തൊരവസ്ഥ വരരുത്, തനിച്ചാക്കി പോവരുത്. നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവുമുണ്ടാക്കാതെ. യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും. ഇവിടെ നോക്കിയാലും രാക്ഷസന്മാർ, കള്ളന്മാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ലക്ഷ്മണ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ പിടിക്കാൻ പോയി. ആ മാനിങ്ങനെ പിടി കൊടുക്കാറാകുമ്പോൾ വീണ്ടും കുറച്ചങ്ങോട്ട് ചാടും. അപ്പം കിട്ടിയും തോന്നും, വീണ്ടും ചാടും. ഇങ്ങനെ രാമനെ കളിപ്പിച്ചോ. ഒടുവിൽ രാമന് മനസ്സിലായി ഇതൊരു മാനൊന്നുമല്ല, മാരീചൻ തന്നെ ഇതും ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ലക്ഷ്മണൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് മാനൊന്നുമല്ല, സ്വർണം കൊണ്ട് ഒരു മാനൊന്നും ഉണ്ടാവില്ല, സൂക്ഷിച്ചോളൂ. അതിൻ്റെ പിന്നാലെ പോകണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ലക്ഷ്മണൻ സൂചിപ്പിച്ചിരുന്നത് അനർത്ഥമൊക്കെ ഉണ്ടാക്കിയത് ഒരൊറ്റ കാര്യമാണ്. ഏതായാലും ഒരസ്ത്രം അയച്ചു. മാരീചനാണെന്ന് അങ്ങോട്ട് അറിഞ്ഞതോട് കൂടിയിട്ട് ആ അസ്ത്രം അയച്ചതോടുകൂടി പ്രാണവേദനയോട് കരഞ്ഞാനയ്യോ പാവം. ആ മരിക്കണ സമയത്തും പക്ഷേ ഒരു കള്ളത്തരം പ്രയോഗിച്ചു. ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാഹാമേ വിധിബലം ബാഹി മാം ദയാനിധേ സീതേ ലക്ഷ്മണ എന്നങ്ങനെ വിളിച്ച് കരഞ്ഞു. കരുതിക്കൂട്ടി തന്നെയാണ് അത്. സീത കേൾക്കണം. രാമന് അബദ്ധം പറ്റിയെന്ന് അറിഞ്ഞിട്ട് വേണം എന്തുണ്ടാവാൻ ലക്ഷ്മണൻ അവിടുന്ന് പുറപ്പെടാൻ. പിന്നെ തക്കതായ കാരണം ഉണ്ടെങ്കിലല്ലാണ്ട് ലക്ഷ്മണൻ സീതയെ തനിച്ചാക്കിയിട്ട് പോവില്ല. ഇതങ്ങോട്ട് കേട്ടതോടുകൂട്ട് ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൻ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകീടാതെ അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയിലേ ഭവാൻ. ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പ് രക്ഷിച്ചു കൊള്ളുക. ചെന്നു ലക്ഷ്മണാമടിയാതെ. വേഗം പോവൂ ലക്ഷ്മണ, എന്തോ ഏട്ടന് സംഭവിച്ചിട്ടുണ്ട്. ലക്ഷ്മണനുണ്ടോ അതിൽ വല്ല പരിഭ്രമം? ദുഃഖിയായ കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. പറഞ്ഞുവിടെ ആർത്തനാദം മമ ജ്യേഷ്ഠൻ ഉണ്ടാകയില്ല. ദീനമായിട്ട് രോദനം ചെയ്യേണ്ട ആളാണോ എൻ്റെ ഏട്ടൻ? നിൻ്റെ ഭർത്താവിനെ നിനക്കറിയില്ലെങ്കിൽ എൻ്റെ ഏട്ടനെ എനിക്കറിയാം. ആരാ ഈ രാമൻ?
വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൾ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. മനസ്സിലായില്ല നിനക്കല്ലേ? ഈ 14,000 രാക്ഷസന്മാരെ ഇല്ലായ്മ ചെയ്തു, കരദൂഷണത്തിശിരാക്കളെ ഇല്ലായ്മ ചെയ്തു, കൊലകൊമ്പനായിരിക്കുന്ന രാവണൻ്റെ സഹോദരിയായിട്ട് ശൂർപ്പണഖയെ അംഗഭംഗം ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ടുള്ള രാമനെ ഒരു രാക്ഷസൻ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ നിനക്ക് തോന്നുന്നത്? ലോകത്തെ സംഹരിക്കാൻ കഴിവുള്ള രാമൻ എൻ്റെ ഏട്ടനെ എനിക്കറിയാം, അതുകൊണ്ട് യാതൊന്നും സംഭവിക്കില്ല, ദുഃഖിയായ കാര്യയെ സമാധാനിച്ചിരിക്കൂ, ഉപ്പ വരും എന്നങ്ങനെ പറയണതും പിന്നെ സീത പറയണ വാക്കാണ് ശരിക്കും മായാ സീത പറയണതായിട്ടുള്ള വാക്കുകൾ. അത് സഹിക്കാൻ പറ്റണതല്ല. രക്ഷോ ജാതിയിലത്രേ നീയുമുണ്ടായി നൂനം ചേതസി ദുഷ്ടാത്മാവേ ഞാൻ ഇതോർത്തിയിലയല്ലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധ്യർത്ഥമേവൻ തന്നുടെ നിയോഗത്താൽ. ഭരതനാണ് രാമൻ്റെ ശത്രു, ഒരു കണക്കിന് രാജ്യം ഭരിക്കണമല്ലോ. ആ ഭരതൻ്റെ നിയോഗത്താൽ രാമനാശം സംഭവിച്ചിട്ട് എന്നെ സ്വന്തമാക്കാനാണ് നിൻ്റെ ആഗ്രഹം. ഇത് ഞാൻ മനസ്സിലാക്കിയില്ല. നിൻ്റെ ആത്മാർത്ഥത യഥാർത്ഥത്തിലുള്ള ആത്മാർത്ഥതയാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു, എനിക്ക് അബദ്ധം പറ്റി. സോദര ബുദ്ധ്യാധരിച്ചീല രാഘവനേതും. രാമനാവട്ടെ ശുദ്ധനാണ്, സ്വന്തം അനുജനെ മനസ്സിലാക്കിയില്ല. അവിടെ രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലല്ലോ. എൻ്റെ ജീവനുള്ള ശരീരത്തിനെ നിനക്ക് സ്വന്താക്കാൻ പറ്റില്ല. ഇതങ്ങോട്ട് കേട്ടില്ലേ? നിനക്കു നാശമടുത്തിരിക്കുന്നു പാരമെനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടതാനും. നാശസമയത്താണ് ഇത്തരത്തിലൊക്കെ പറയാൻ തോന്നുക. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ? ചണ്ഡി. ചണ്ഡി എന്നുള്ള വാക്ക് നമ്മൾ സാധാരണ ആ ചണ്ഡിയോട് ഞാൻ കുറേ പറഞ്ഞു എന്ന് പറയില്ലേ. ചണ്ഡിക എന്ന് പറഞ്ഞാൽ ദേവിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ചണ്ഡി എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു പ്രയോഗം ആയിട്ടാണ് ചണ്ഡി എന്ന് പറഞ്ഞിരിക്കുന്നത്. കഷ്ടം. ക്രൂരചിത്തം നാരികൾക്കെല്ലാം. സ്ത്രീകളൊക്കെ ഇത്ര ക്രൂരരാണോ? എല്ലാ സ്ത്രീകളെ അടച്ചാക്ഷേപിച്ചതല്ല, ആ സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ സന്ദർഭത്തിൽ ചിലപ്പോൾ ജനറലൈസ് ചെയ്യും, പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്നാണ്. അതല്ല, ദേഷ്യാവേശത്തിൽ ക്രൂരചിത്തം നാരികൾക്കെല്ലാം. അപ്പോഴും എന്തേ പറഞ്ഞ വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ മനുവംശാദീശ്വര പത്നിയെ വഴി പോലെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രം. ദേവകളെ ഭരമേൽപ്പിച്ചു. ദേവിയായിട്ട് സീതയെ വനദേവതമാരെ ഏൽപ്പിച്ച് ഇനി പോവുകയാണ് നല്ലത്, ഇനി അവിടെ നിൽക്കില്ല എന്നങ്ങനെ തീരുമാനിച്ച് അവിടുന്നാണ് പോവുകയാണ്. അപ്പോഴാണ് രാവണൻ ഭിക്ഷുവേഷത്തിൽ വരലും സീതാപഹരണം നടക്കുന്നതും രാമൻ തിരിച്ചു വരണതും. എന്തിനാണ് സീതയെ തന്നെ ആക്കിയിട്ട് നീ പറഞ്ഞയച്ചത് എന്ന ചോദ്യം ഇവിടുന്ന് അങ്ങോട്ടുള്ളതായ ഭാഗങ്ങളാണ്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുത്തതരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം ഏതസ്യ രാമായണം. ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.